ഇന്ന് മോർണിംഗ് തന്നെ ഡെസേർട്ടിലേക്ക് പോകാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഇന്നലെ നൈറ്റ് പ്ലാൻ ചെയ്തുകൊണ്ട് ബൈക്കെല്ലാം നൈറ്റ് തന്നെ സെറ്റ് ചെയ്തു, ജീപ്പെല്ലാം റെഡിയാക്കി വെച്ചായിരുന്നു. അപ്പോൾ ലേറ്റ് ആവാണ്ട് ഇറങ്ങാൻ പറ്റി. ആദ്യം തന്നെ അഡ്നോക്കി പോയി പെട്രോളും കാര്യങ്ങളെല്ലാം അടിച്ചു. 3 വണ്ടിയിലും പെട്രോൾ ഫുൾ ടാങ്ക് അടിച്ചു. ജസ്റ്റ് ഒയാസി കയറിയിട്ട് സ്നാക്സും പിന്നെ കുറച്ച് വെള്ളവും കാറിലൊക്കെ മേടിച്ച് വണ്ടിയിൽ സെറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ ഇന്ന് പോണത് അൽഫയ ഡെസേർട്ടിലേക്കാണ്. അൽഫയ നമ്മുടെ റൂമിൻ്റെ അവിടെ നിന്ന് ഒരു 30 മിനിറ്റ്സ് ഉള്ളൂ. നോർമലി വീക്കെൻഡ്സിൽ പോകാറുള്ളൊരു സ്പോട്ടാണ്. പ്രത്യേകിച്ചും നമ്മൾ വണ്ടി ഓടിച്ച് പഠിക്കാമെന്നുള്ളൊരു കൺസെപ്റ്റ് ആയതുകൊണ്ട് കുറച്ചുകൂടി സേഫ് ആയിട്ടുള്ള പ്ലേസാണ്. ഡ്യൂൺസ് ആയാലും ഒരു നോർമൽ ഡ്യൂൺസാണ് എല്ലാം. അപ്പോൾ അൽഫയ ഭാഗത്തേക്ക് കടന്ന് ഇപ്പോൾ അതിൻ്റെ ഒരു എൻട്രി പോർഷനാണിത്. അവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ബൈക്സ് നോട്ട് അലൗഡ് എന്നാണ്. എന്നാലും ഓടിക്കുന്നതിന് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് പിന്നെ ഒരു നല്ലൊരു ക്യാമ്പിംഗ് സ്പോട്ടാണ്. ഈവനിങ്സ് എല്ലാവരും ഗ്യാദർ ചെയ്യുന്ന ഒരു സ്പോട്ടാണ്. അവിടെ എല്ലാവരും ബൈക്കും കാർസ് എല്ലാം റൈഡിങ്ങും പരിപാടികളും ഉണ്ടാവും. ഗ്രില്ല് പരിപാടി അങ്ങനെയുള്ള ഐറ്റംസ്. അപ്പോൾ ചൂടായതുകൊണ്ട് ഇല്ല, നെക്സ്റ്റ് മന്ത് തൊട്ടൊക്കെ എല്ലാം സ്റ്റാർട്ടാവും. അപ്പോൾ നമ്മൾ വണ്ടി എല്ലാം ഒരു സൈഡാക്കി ബൈക്ക് ഇറക്കാനുള്ള പരിപാടിയിലേക്ക് കടന്നു. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് 2 ബൈക്കാണ്. ഇപ്പോൾ ഒന്ന് യമഹയുടെ റാപ്റ്ററും പിന്നെ ഷാർമാക്സിൻ്റെ പവർ മാക്സ് എന്ന് പറയുന്നൊരു മോഡലാണ്. ഞാൻ ആദ്യം തന്നെ റാപ്റ്ററിൽ കയറിയിരുന്നു. പിന്നുള്ളത് അനിയനാണ്, അവൻ. പിന്നുള്ള ഷാർമാക്സ് ആണ്, അത് അവനും ഓടിക്കാനെടുത്ത്. അവൻ അതായിട്ട് പോയി. ജസ്റ്റ് ചെറിയൊരു ട്യൂണാണ്. അതിൻ്റെ മുകളിൽ കയറുന്ന വഴിക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റക്കായി, ഒന്ന് മറിഞ്ഞ് വീഴുകയും ചെയ്ത്. വേറൊന്നും പറ്റിയില്ല. വണ്ടിയിൽ നിന്ന് കുറച്ച് പെട്രോളും കാറിലൊക്കെ പോയി. അതിനിടയ്ക്ക് കുറച്ച് ആർമി പിള്ളേരവിടെ ഉണ്ടായിരുന്നു. അവർ വന്ന് നമ്മളായിട്ട് കമ്പനിയൊക്കെ അടിച്ച് വണ്ടിയൊക്കെ ഒന്ന് ഓടിച്ചൊക്കെ നോക്കി. ആൾ നല്ലൊരു എക്സ്പെർട്ട് ഡ്രൈവറായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും ഓരോ വണ്ടിയായിട്ട് ജസ്റ്റ് റൈഡും കാറിലൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞിട്ട് തന്നെ ഡ്യൂൺസ് നോർമൽ ഡ്യൂൺസും കാറിലൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഓടിച്ച് പഠിക്കാൻ പറ്റുന്ന ഒരു പ്ലേസാണ്. അപ്പോൾ എല്ലാവരും കുറേശ്ശെയൊക്കെ വണ്ടിയൊക്കെ ഓടിച്ച് ജസ്റ്റ് ഒരു പ്ലേസിൽ വന്നു. ജസ്റ്റ് ഒന്ന് ഇറങ്ങി റെസ്റ്റൊക്കെ ചെയ്തിട്ട് അവനപ്പോൾ ആ ടൈമിൽ ജസ്റ്റ് ജീപ്പ് ഒന്നെടുത്ത് ഓടിച്ചേർന്നു. ഞാൻ പിന്നെ നേരെ ഷാർമാക്സിലേക്ക് കയറി. അവൻ റാപ്റ്റർ എടുത്ത് മൂവ് ചെയ്തപ്പോൾ തന്നെ ഒന്ന് സ്റ്റക്കായിട്ടോ. ജസ്റ്റ് ടയർ ഒന്ന് ഡെസേർട്ടിൽ കൊണ്ടുപോയി. ഞാനത് സ്ലോ ആയിട്ട് എടുത്തത്. നമ്മൾ എടുക്കുന്ന ടൈമിൽ കുറച്ച് ആക്സിലേറ്റർ റേസ് ചെയ്തെടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ കൊണ്ടുപോകും. അപ്പോൾ ആ സ്റ്റാർട്ടിങ് ടൈം തന്നെ ഒന്ന് ഇത്തിരി പവറായിട്ട് എടുക്കണം. ഇറങ്ങി നോക്കി വീല് പകുതി മണ്ണിലാണ്. അവനവിടെ വെച്ച് കണ്ടു, ദൂരെ നിന്ന് കണ്ടായിരുന്നു അവൻ. അപ്പോൾ തിരിച്ചു വന്നു. ഞാനൊന്ന് പൊക്കിയെടുക്കാനുള്ള ശ്രമം നടത്തി, നടന്നില്ല. ഇത്തിരി ഉള്ളിലേക്ക് പോയിരുന്നത്. പിന്നെ അവനും കൂടെ ഹെൽപ്പ് ചെയ്തിട്ട് പയ്യെ പൊക്കിയെടുത്തു. കാണുന്ന പോലെയല്ല, നല്ല വെയിറ്റുള്ള വണ്ടിയാണ്. പിന്നെ പിന്നെയും റൈഡിന് പോയി. ഞാൻ ഷാർമാക്സ് ഓടിച്ചു, അവൻ റാപ്റ്റർ എടുത്തുകൊണ്ട് അവനും പോയി. ജീപ്പ് അതുപോലെ തന്നെ അവിടെ എവിടെയോ കിടന്ന് കറങ്ങുന്നുണ്ട്. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഓരോ ബൈക്കിനെയും പറ്റി പറയാൻ നോക്കാം. അതായത് അതിൻ്റെ എൻജിൻ്റെ കാര്യങ്ങളായാലും മോഡലും കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസ് ആയിക്കോളൂ നെക്സ്റ്റ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.